എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എനിക്ക് നിന്നെ അതുപോലെ ഇഷ്ടമാണ്. അവനെ നീ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു. ഓക്കെ, ആത്മാർത്ഥത ഇല്ലാതെ എവിടെ സ്നേഹിക്കണം? അതാ ഞാൻ പറഞ്ഞേ, സ്നേഹിച്ചോ. വാമ്പേറെ ഇങ്ങ് നോക്ക്, നല്ലൊരു ഫ്രണ്ട് ആയിട്ട് ഞാൻ എപ്പോഴും കാണും. എനിക്ക് നിന്റെ അങ്ങനത്തെ ഒരു ആത്മാർത്ഥതയും വേണ്ട. ഇതാണ് പ്രശ്നം. നോക്ക്, നിങ്ങളൊന്ന് നോക്ക്. എനിക്ക് ഇതിൽ കൊള്ളൊന്നും പറയാൻ പറ്റില്ല. ഞാൻ നിങ്ങളൊരു ഫ്രണ്ടായിട്ട് കാണാൻ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ബെസ്റ്റി ആയിട്ട് ഞാൻ കാണും. വേണ്ട, എനിക്ക് ബെസ്റ്റി എന്ന് പറഞ്ഞൊരു പരിപാടി വേണ്ട. നിനക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണ്, നിനക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണ്. എനിക്ക് ഈ വാക്ക് മാറുന്ന പരിപാടി ഇല്ല. ഓക്കെ, അതാ ഞാൻ പറഞ്ഞത്, നിനക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല. എനിക്ക് ബെസ്റ്റിയും വേണ്ട, എനിക്കൊരു ഫ്രണ്ടും വേണ്ട, എനിക്കൊരു ഞാൻ ചോദിക്കണതേ, നമ്മള് ഒരു പെണ്ണിന് ഒരു സമയം ഒരാളോട് ഇഷ്ടം തോന്നി വിചാരിച്ചു, അത് വേറൊരാൾക്ക് പിടിച്ചു പറിച്ച് മേടിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ മറ്റേ അങ്ങനെയുള്ള പെണ്ണുങ്ങളാണ് മാത്രമേ ഓരോ സമയം ഇയാളെയും പറഞ്ഞില്ലല്ലോ. ഞാൻ നിന്നോട് പറഞ്ഞെന്തുവാ, നിനക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ മാത്രം, നിനക്ക് എവിടെയെങ്കിലും എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം, നിനക്ക് എന്നോട് ഒരു ഓക്കെ ആ ഒരു സമയത്ത് നിനക്ക് എന്നെ ഫ്രണ്ട്സ് ആയിട്ട് കാണാം, അല്ലെങ്കിൽ നമുക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ഫ്രണ്ട്ഷിപ്പ് അതൊക്കെ അല്ല, അവളും പറഞ്ഞത് ഇഷ്ടമാണെങ്കിൽ എനിക്കൊരു ഫ്രണ്ട്സ് ആയിട്ട് ആഗ്രഹമുണ്ട്. എനിക്ക് ആഗ്രഹമുള്ള എനിക്ക് എന്നും പറഞ്ഞോണ്ട് ഇവക്ക് എനിക്ക് എന്നും പറഞ്ഞോണ്ട് ഇവളെന്നെ ഒന്നും എനിക്ക് ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നാലും എനിക്കിഷ്ടം. ഞാൻ പിന്നെ കാണാം ദേവു. ഓക്കെ, സ്വാഭാവികം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവത്തിൽ ഞാൻ പെട്ടുപോണത്. സത്യം. എന്തോന്ന് നീ പെട്ടുപോയത്? ദേവു ഇഷ്ടം. എന്തോന്നിലടി നീ പെട്ടുപോയത്? അടുത്ത ആള് ദേവു ഇഷ്ടം. എന്തെങ്കിലും പറയണ്ട. അതാ ഞാൻ പറഞ്ഞത്, ഒത്തിരി ആൾക്കാർ ഏതാ വന്നാലും എല്ലാവന്മാരോടും കൂടെ കേൾക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്, ഈ പെണ്ണ് എനിക്ക് ഇഷ്ടമാ കേട്ടോ. അതിന്റെ മേലിലോട്ട് ഏതെങ്കിലും ഒരുത്തൻ ഇവിടെ കിടന്ന് നോക്കാൻ വന്ന, എന്റെ ദൈവമേ, ഇത് എനിക്കിത് എടാ, ഇത് പാനു, ഇത് സംഭവം വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടാ. ഇത് എവിടെ നിന്നൊക്കെയോ വണ്ടി മലയായിട്ട് ടാക്സി വിളിച്ച് വന്നിരിക്കുകയാണ്. എന്റെ പൊന്നു പാനു, എനിക്കറിയില്ല. ഞാൻ ആയത്തിന് പ്രാവശ്യം പറയും നടക്കണ. എടാ, 2-3 മാസം കഴിയുമ്പോ ദേവുന്റെ പെണ്ണ അതിന്റെ മേലിലോട്ട് എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. വാമ്പർ അങ്ങനെ ഒരിക്കലും പറയാൻ ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമല്ല. പ്ലീസ്, നിനക്ക് എന്നെ ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫ്രണ്ട്ഷിപ്പ്. എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് ഫ്രണ്ട്ഷിപ്പും വേണ്ട, ഒന്നുമില്ല. നിനക്ക് എന്നെ ഇഷ്ടമാണോ? എടാ, നമ്മളെന്തിനാണ് ഇങ്ങനെ ഒരുമാതിരി പട്ടിയെ പോലെ ഇങ്ങനെ നടക്കുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞോടാ മാമ്പേറെ, എക്സ്ക്യൂസ് മീ, നിന്നോട് ഞാൻ ഇപ്പോഴും പറയാനുണ്ട്, നടക്കണ കാര്യം നീ പറഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ നടക്കും. കാരണം എന്നറിയോ, നീ പറഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ നിന്റെ പുറകെ നടക്കും. എന്തിനല്ല അവനെക്കാളും ഞാൻ ചിലപ്പോ ഇവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് കഴിഞ്ഞാൽ അവളിപ്പോ എന്നോട് വന്നാലും ഒരിക്കലും വരില്ല. 5 വർഷമായിട്ടുണ്ട്. 5 വർഷമായിട്ട് എടാ, ഒരാള് എന്നെ 5 വർഷമായിട്ട് നല്ല പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന ഒരാളുണ്ട്. ആ ആൾ എനിക്ക് എല്ലാ സ്വാതന്ത്ര്യം തരുന്നുണ്ട്. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ നോ എന്ന് പറഞ്ഞിട്ടേ ഇല്ല. മനസ്സിലായോ? എന്നെ എല്ലാ തരത്തിലും സപ്പോർട്ട് ആക്കുന്നുണ്ട്, എന്നെ നോക്കുന്നുണ്ട്, എന്നെ എല്ലാ തരത്തിലും, എന്നെ ഒരു കാര്യത്തിൽ പോലും വിഷമിപ്പിച്ചിട്ടില്ല. അങ്ങനെ എന്റെ വീട്ടിൽ വന്ന് അന്തസ്സായിട്ട് പെണ്ണ് വെച്ചിട്ടുണ്ട്. പറഞ്ഞുതരാം. അപ്പൊ എന്റെ വീട്ടിൽ വന്ന് അന്തസ്സായിട്ട് പെണ്ണ് വെച്ചിട്ടുണ്ട്. എന്റെ അച്ഛനോട് ചോദിച്ചിട്ടുണ്ട്, എന്റെ പപ്പ അതിന് ഓക്കെയും പറഞ്ഞിട്ടുണ്ട്, എന്റെ വീട്ടുകാരോട് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, നടക്കണ കാര്യമല്ല. അതിനൊരു എനിക്കൂടെ ഇഷ്ടം വേണം. എന്റെ മൈൻഡിൽ അങ്ങനെ ഒരു ഇതുവരെ മറ്റേ രാമായണം മൊത്തം വായിച്ചിട്ട് ഞാൻ ഫസ്റ്റ് മുതലേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് നിന്റെ ഇഷ്ടം അറിയേണ്ട ആവശ്യമില്ല. വൺ സൈഡാ? എനിക്കറിയില്ലടാ, ഞാൻ ഇന്നുവരെ ടിക്ടോക്കിൽ ഒരാളോട് ഇഷ്ടം പറഞ്ഞിട്ടില്ല. എനിക്കും അറിയത്തില്ല. ഞാൻ ഈ പെണ്ണെ കണ്ടിട്ട് പോയില്ല. സത്യമായിട്ട് ഞാൻ പറയുന്നത്, എനിക്ക് ജീവിതത്തിൽ ഞാൻ ഇതുപോലെ ഞാൻ യൂസുഫക്ക പറ. യൂസുഫക്ക ഞാനല്ല, ഞാൻ ആ ആളല്ല.
എടാ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒരു കാര്യം പറയട്ടെ റാസുവാ. എടാ ഒരു പെണ്ണിന്റെ ഇഷ്ടം ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നേടാവുന്ന കാര്യമല്ല. ആ ഒരിക്കലും സക്സസ് അല്ല. പിന്നെ പണം കണ്ടുവരുന്ന പെണ്ണ് ഒരിക്കലും നിന്റെ കൂടെ ജീവിതകാലം മുഴുവൻ നിൽക്കില്ല. നീ പറഞ്ഞു നാരദ, നീ പൊന്നു പോലെ നോക്കണം എങ്ങനെയാന്ന്. എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല. എനിക്ക് ജോലി ഇല്ലാത്ത സമയത്തും എന്റെ എല്ലാ കാര്യങ്ങളും നോക്കി, എന്റെ വീട്ടിലേക്കുള്ള ചെലവിനും നോക്കി എന്നെ കൊണ്ടു നടന്ന അങ്ങനെയായിരുന്നു. അങ്ങനെയുള്ള ആളെ ഞാൻ ഒരിക്കലും വിഷമിപ്പിക്കില്ല, മനസ്സിലായോ? പിന്നെ അവന് പൈസ ഇല്ലാത്ത സമയത്ത് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇല്ലാന്നല്ല. ഞങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹിക്കുന്ന പൈസ കണ്ടല്ല. അത് ഒരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് ജീവിതകാലം മുഴുവനും കൂടെ നിൽക്കാവുന്നൊരു ഇഷ്ടമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കാൻ തീരുമാനിച്ചിട്ടില്ല, ചതിക്കുമില്ല. പിന്നെ എനിക്കൊരാളെ കല്യാണം കഴിക്കാനായിട്ട് വേറെ മാറി ചിന്തിക്കേണ്ട കാര്യമില്ല. എന്നെക്കൂടെ പറ്റത്തില്ല കേട്ടോ. കാരണം 5 വർഷമായിട്ട് ഞാൻ ഓൾറെഡി എന്റെ വീട്ടിൽ വന്ന് സെറ്റ് ആയ കാര്യമാണ്. എന്റെ എല്ലാ കാര്യങ്ങളും അറിയാം, എന്റെ എല്ലാ കാര്യത്തിലും അറിയാം, എന്റെ എല്ലാ ഞാൻ എന്റെ കാര്യം കൂടെ പറയട്ടോ. ഒരു പെണ്ണെ ഇഷ്ടപ്പെട്ടു പോടാ, എനിക്ക് ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ക്വാളിറ്റി ഞാൻ ആ പെണ്ണിൽ കണ്ടു. ഇതുവരെ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു കഴിവ് ഞാൻ കണ്ടു. ഞാൻ സംസാരിക്കുമ്പം എന്റെ മൈൻഡുമായിട്ട് എനിക്ക് യോജിച്ചു പോകുന്ന പോലെ കണ്ടു. പിന്നെ ഞാൻ പറയുന്ന എന്തെങ്കിലും അതിനു മുമ്പ് തന്നെ എന്റെ മൈൻഡിനെ അളക്കാൻ പറ്റുന്നത് ഞാൻ കണ്ടു. എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഞാനും ആഗ്രഹിച്ചു പോരാ, എനിക്കും ആഗ്രഹിക്കുന്നത് തെറ്റാണോടാ? ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നത് അത് മാത്രം എന്നോട് പറഞ്ഞത്. ആഗ്രഹിക്കുന്നത് തെറ്റാണോ അല്ലേ? ആഗ്രഹിക്കുന്നത് തെറ്റാണോ അല്ലേ? ആഗ്രഹിക്കുന്നത് ഇല്ല, ആഗ്രഹിക്കുന്നത് തെറ്റാണോ? ഒന്ന് ഐ ലവ് യു ഇടാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇഷ്ടമാണോ? എന്നാ ഐ ലവ് യു ഇടും. 57 പേരുണ്ട്. 57 പേർക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ഒറ്റ ചാൻസ് ഐ ലവ് യു ഇടും. ഐ ലവ് യു എന്ന് പറഞ്ഞോണ്ട് ഒരിക്കലും നിനക്കൊരു പോയിന്റോ നിനക്ക് ഒരു സാധനം ഞാൻ ചെയ്തില്ല. സത്യമായിട്ട് ഞാനിവിടെ ടൈപ്പ് ചെയ്യും ഐ ലവ് യു ദേവു എന്ന് ഞാൻ പറയും. ഒരു മനുഷ്യന് നമ്മളെപ്പോഴും ആരാ ഇപ്പൊ ഐ ലവ് യു പറയുന്നേ? ഞാനാ പറഞ്ഞു. ഞാനല്ല റാസ, ആര് വാമ്പിയറോ? വാമ്പിയർ ഐ ലവ് യു പറഞ്ഞോ? ഇഷ്ടാണല്ലോ. എന്തുവാടാ എനിക്ക് ഐ ലവ് യു പറഞ്ഞാ പറ്റത്തില്ലേ മറ്റേ? നിനക്ക് വാമ്പിയറെ നിനക്ക് ദേവുവിന് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഐ ലവ് യു പറടാ മെൻസകൂത്ത്. ഓക്കെ, വേണ്ടടാ പറയാനാണ് ഈ ഉളവ് അങ്ങനെയൊക്കെ ചെയ്യും, അതെനിക്കറിയാവുന്ന കാര്യം. എടാ ഞാനൊരു കാര്യം പറയാം, 3 മാസം കഴിഞ്ഞ് ഞാൻ കെട്ടിപ്പോയി കഴിഞ്ഞാൽ നിനക്ക് പിന്നീട് കരയേണ്ടി വരരുത്. ഓക്കെ, അത്ര ഞാൻ പറയുള്ളൂ. ഞാൻ ഒരിക്കലും നിനക്കൊരു പ്രോമിസ് എനിക്ക് ദൈവം വിധിച്ചിട്ടുള്ളതാണെങ്കിൽ ഞാൻ ഇതുപോലെ ഞാൻ എന്റെ സത്യമായിട്ട് ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നിന്നോട് ഇഷ്ടപ്പെടാ. ഇതുപോലെ തെറി പറഞ്ഞ് തിരിച്ചറിയുന്ന ഒരു പെണ്ണിനെ എവിടെ കിട്ടൂടാ? നീ ആണിന്റെ ബലകളാ. ദൈവത്തിനാണ് കരയരുത്, അവൻ കാണിച്ചത് ആങ്ങളുടെ ദീനരോധനാണ് റാസി. ദേവു നിനക്ക് ഇഷ്ടാണോ വാമ്പിയറിന്? എടാ നീ പോയി പണി നോക്കിട്ടാ. നീ നിന്റെ സംസാരത്തിൽ ഒരാമ്പിയർ ഇല്ലാതായിപ്പോയല്ലോ. വാമ്പിയറെ ഒരാമ്പിയർ ഇല്ലാത്ത സംസാരമാണല്ലോ. ദേവു എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും ഒരു ഉറപ്പായിട്ട് ഞാൻ ദേവുവിനെ ഞാൻ കാണും. കാരണം എന്നറിയാം, എനിക്ക് അതുപോലെ ഇഷ്ടമായി. പിന്നെ കണ്ടോ, കുഴപ്പമില്ല. അവള് ഗസ്റ്റ് എടുക്കട്ടെ. അല്ല ഗസ്റ്റ് അല്ല, ഞാൻ അവനെ ഗസ്റ്റ് ഇട്ടെടുക്കുവാണ്. ഇൻവൈറ്റ് കൊടുത്തിട്ടുണ്ട്, വരട്ടെ, വന്നാ വരട്ടെ. ഇൻവൈറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ, എടുക്കാൻ പറ്റും. അവളുടെ കെട്ടിയായിരിക്കും. സ്റ്റീഫനാടാ.
ഞാൻ ഗസ്റ്റ് കൊടുത്തിട്ടുണ്ട് പോ. എനിക്ക് നിന്നെ ഇഷ്ടമാണ് ദേവു. പൊസിഷനാ പൊറോട്ടയില് പോയത്. അപ്പൊ ഓക്കെ, എന്റെ സൈഡിൽ കൂടെ പൊന്നു ഹണ്ടറെ, നിങ്ങൾക്കൊന്നും ബോധവൽക്കരണ ക്യാമ്പ് നടത്തിയോ നന്നാക്കാൻ പറ്റുമോ ജോബിച്ചായ? സത്യം പറ. അല്ല, അവന്റെ സൈഡിൽ കൂടെ ചെറുക്കനെ വിളിച്ചു വരുത്തുന്ന ഒരു ഗതികേട് ജീവിതത്തിൽ ഒരു പെണ്ണും കൊടുക്കാൻ പാടില്ല. ഓക്കെ, സത്യം. ഞാൻ വിളിച്ചു വരുത്തുന്ന ഗതികേട് വന്നു എനിക്ക്. വിളിച്ച് എന്തിനാ വരുത്തുന്നേ? സംസാരിക്കാന്. അപ്പൊ അതോടെ 2 പ്രാവശ്യം പാവം കണ്ടില്ല. ഇന്ന് കുറെ നടക്കും. അതല്ല വാമ്പേറ, നീ ഒരു കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഞാൻ ഐ എം നോട്ട് സിംഗിൾ. അങ്ങനല്ലേ ഞാൻ പറഞ്ഞല്ലോ, നീ അവനെ സ്നേഹിക്കോ, നീ എന്താ ചെയ്തോ, എനിക്ക് നിന്നെ ഇഷ്ടമെന്ന് മാത്രമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. എത്ര ആൾക്കാരെ സ്നേഹിക്കുന്നു.